വീരമലക്കുന്നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. റോഡ് കാണാനില്ല, അത്രയും മണ്ണ് റോഡിലേക്ക് വന്ന് കുത്തി ഒലിച്ചു നിൽക്കുന്നുണ്ട്. എന്ത് ഭീതിതമായ അവസ്ഥയാണ്. അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്, ഒരു ടീച്ചർ ജസ്റ്റ് ഒന്നാണ് രക്ഷപ്പെട്ടത്, ഇനിയും ഒരുപാട് വീരമലക്കുന്നുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, തക്കംപാത്ത് നമ്മുടെ മുകളിലേക്ക് വന്ന് വീഴാൻ വേണ്ടിയിട്ട്. എന്റെ വീഡിയോയിൽ വന്ന ഒരു കമന്റ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. ഇത് ഇടിയുന്നതിന് മുമ്പ് നിങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നുവെങ്കിൽ അത് ഉപകാരപ്പെട്ടേനെ എന്ന്. ശരിക്കും അത് തന്നെയല്ലേ സത്യം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം അതിനുള്ള പരിഹാരക്രിയ നടത്തുന്നതിനേക്കാൾ നല്ലത് അത് വരുന്നതിന് മുമ്പ് അത് വരാതിരിക്കാനുള്ള തടയിടുക എന്നുള്ളതല്ലേ. അതുകൊണ്ട് ഏത് നാട്ടിലാണോ പ്രശ്നമുള്ളത്, ഏത് നാട്ടിലാണോ മല ഇടിയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ വീടുകൾ ഇടിയാനായിട്ടുള്ളത്, ആ ഇടിയാനായിട്ടുള്ള മലകൾ അതാത് നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ അറിവിലേക്ക് അതിനെ എത്തിച്ചുകൊണ്ട് ഇനിയൊരു ദുരന്തം നമ്മുടെ കേരളത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക.